Hello dear friends, welcome to RJ's Physics Classes. Ray Optics എന്ന സുന്ദരമായ ചാപ്റ്ററിലൂടെ നമ്മളുടെ യാത്ര തുടങ്ങി. രണ്ട് വീഡിയോസ് റേ ഓപ്റ്റിക്സിൽ നമ്മൾ കണ്ടു. പ്ലെയിൻ മിറേഴ്സിനെ പറ്റിയിട്ടുള്ളതായിരുന്നു രണ്ട് വീഡിയോസും. ഓക്കെ, രണ്ട് വീഡിയോസിലെയും ഐഡിയാസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. ഓക്കെ, സോ പ്ലെയിൻ മിറർ എന്നുള്ള ഏരിയ നമുക്ക് ഏകദേശം അറിയാം, പ്രശ്നങ്ങളൊന്നും ഇല്ല. ക്ലിയർ ആണല്ലോ ആ ഏരിയാസൊക്കെ? ഓക്കെ, സോ ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോണ ലോകം സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ. സ്ഫെറിക്കൽ മിറർ ബുക്കും പെന്നെടുത്തില്ലേ? ഓക്കെ, മറ്റെല്ലാ ലോകങ്ങളിൽ നിന്നും മാറി ഫിസിക്സിൻ്റെ ലോകത്തിലൂടെ കുറച്ച് സമയം നമുക്ക് സഞ്ചരിക്കാം, നിങ്ങളോടൊപ്പം ഞാനും. ഓക്കെ, സോ ആ ടോപ്പിക് സ്ഫെറിക്കൽ മിറേഴ്സ്. സ്ഫെറിക്കൽ മിറേഴ്സ്, ആ പേര് തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. എന്താവാം സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ? ദ മിറർ ഫോംഡ് ഫ്രം എ സ്ഫിയർ. ഓക്കെ, സ്ഫെറിക്കൽ മിറർ എന്നുള്ള ക്വാണ്ടിറ്റി, എ മിറർ ഫോംഡ് ഫ്രം എ സ്ഫിയർ. ഒരു സ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള മിററിനെ നമ്മൾ വിളിക്കണ പേരാണ് സ്ഫെറിക്കൽ മിറേഴ്സ്. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. സ്ഫെറിക്കൽ മിറർ എന്നുള്ള ടോപ്പിക് നമുക്കറിയാം. ഓക്കെ, എ മിറർ ഫോംഡ് ഫ്രം എ സ്ഫിയർ, അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പൊ സ്ഫെറിക്കൽ മിററിന്റെ ഐഡിയ നമുക്കറിയാം, പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ട് തരം മിററിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒന്ന് കോൺവെക്സ് മിററും രണ്ടാമത്തെ കോൺകേവ് മിററും. ഓക്കെ, കോൺവെക്സ് മിററും കോൺകേവ് മിററും ഇവരെ നമ്മൾ വിളിക്കണ പേരാണ് സ്ഫെറിക്കൽ മിറേഴ്സ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, പറഞ്ഞേ അറിയാം. ഓക്കെ, ഫൈൻ. സോ ഇങ്ങനൊരു സ്ഫിയർ, ഈ സ്ഫിയറിൻ്റെ ഈ ഭാഗം വരെ കട്ട് ചെയ്തു, ഇവിടെ മെർക്കുറി കോട്ടിംഗ് കൊടുത്തു. ഓക്കെ, ഇതൊരു ടൈപ്പ് മിറർ. ദെൻ ഇതിൻ്റെ ഉള്ളത്തെ പാർട്ടിൽ മെർക്കുറി കോട്ടിംഗ് കൊടുത്തു. ഇത് അടുത്ത ടൈപ്പ് മിറർ. ഈ മിററിനെ നമ്മൾ വിളിച്ച പേര് കോൺകേവ് മിറർ, ഇതിനെ വിളിച്ച പേര് കോൺവെക്സ് മിറർ. ഇവിടെ ലൈറ്റ് പാസ് ചെയ്താൽ ഇവിടെ തട്ടിയിട്ടാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. ഇതിവിടെ ഇല്ല കേട്ടോ, ഇത് രണ്ട് സ്ഥലത്താണ്, ഞാൻ അടുത്ത് വരച്ചു എന്ന് മാത്രം. ഓക്കെ, ഇതിൽ ലൈറ്റ് വന്നിടിച്ചാൽ ഇവിടെ തട്ടിയിട്ടാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് മിറർ. If reflection taking place from inner surface, then it is called concave mirror. If reflection taking place from outer surface, then it is called convex mirror. Inner surface എന്നാണ് റിഫ്ലക്ഷൻ സംഭവിച്ചതെങ്കിൽ കോൺകേവ് മിറർ ആണ്. കേവ്, ഗുഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടല്ലേ? സോ അങ്ങനെ കുഴിഞ്ഞിട്ട് വരുന്ന ലെൻസിനെ കോൺകേവ് എന്ന് വിളിക്കും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ലെൻസിനെ മിററിനെ നമ്മൾ എന്ത് വിളിക്കും? കോൺവെക്സ് മിറർ എന്ന് വിളിക്കും. ദിസ് ഇസ് കോൺവെക്സ് മിറർ ആൻഡ് ദിസ് ഇസ് കോൺകേവ് മിറർ. സോ വാട്ട് ഈസ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ മിറർ ഫോംഡ് ഫ്രം എ സ്ഫിയർ. ഒരു സ്ഫിയറിൻ്റെ പാർട്ടായിട്ട് വരുന്ന മിററിനെയാണ് എന്ത് വിളിക്കുക? സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കാം. രണ്ട് തരം മിററുകൾ, ഒന്ന് കോൺവെക്സ് മിററും രണ്ടാമത്തെ കോൺകേവ് മിററും. ഈ കോൺവെക്സ് മിറർ എവിടെയാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഓക്കെ, കോൺവെക്സ് മിററിൻ്റെ ആവശ്യം റിയർ വ്യൂ മിററുകളാണ്. നമ്മൾ വാഹനങ്ങളുടെയൊക്കെ ഡ്രൈവർ സീറ്റിലും സൈഡ് സീറ്റിൻ്റെയും എൻഡിൽ മിററുകളുണ്ട്. ഈ മിററുകൾ കോൺവെക്സ് മിററാണ്. Why convex mirrors are used as rear view mirrors ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ, its field of view will be very large. ഒരു കോൺവെക്സ് മിറർ റിയർ വ്യൂ മിററായിട്ട് വെച്ച് കൊടുത്താൽ നമുക്കറിയാം, നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ബാക്കിലെ എല്ലാ വാഹനങ്ങളെയും ആ മിററിൽ കാണാം. അതേസമയം ആ കോൺവെക്സ് മിററിന് പകരം പ്ലെയിൻ മിററാണ് വെച്ചതെങ്കിൽ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന വെഹിക്കിളിൻ്റെ ആ മിററിൻ്റെ വലുപ്പത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കോൺവെക്സ് മിറർ ആകുമ്പോൾ ബാക്കിലെ ലോറിയും ബസ്സും അടുത്ത ലോറിയും കാറും ബൈക്കും ഓട്ടോവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മിററിലൂടെ കാണാം. സോ എന്തുകൊണ്ട് കോൺവെക്സ് മിററിനെ റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഹാസ് ഗ്രേറ്റർ ഫീൽഡ് ഓഫ് വ്യൂ. ഓക്കെ, കോൺകേവ് മിറർ യൂസ് ചെയ്യുക ഡോക്ടേഴ്സ് മിററായിട്ടാണ്. ഓക്കെ, ഡോക്ടേഴ്സ് മിററായിട്ടാണ് അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ദന്തിസ്റ്റ് മിററായിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ദന്തിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ പല പ്രശ്നങ്ങളൊക്കെ നോക്കാൻ അദ്ദേഹം ഒരു സ്റ്റീൽ കളറിൽ ചെറിയൊരു സ്പൂണ് പോലത്തെ എന്തോ ഒരു സംഭവം നമ്മളെ വായൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇറ്റ്സ് എ കോൺകേവ് മിറർ.
ആ കോൺകേവ് മിററിൽ എൻലാർജ്ഡ് ഇമേജ് ആണ് കാണാൻ പറ്റുക. ഇപ്പം നമ്മളെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ വലുതാക്കി കാണാൻ അദ്ദേഹത്തിന് സാധിക്കും. സോ അങ്ങനെ ഒരു കേസ് കോൺകേവ് മിററിലാണ് യൂസ് ചെയ്യുക. ഇനി അതേ മിററിനെയാണ് ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യും. നമ്മൾ ചില മിററുകൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിന്നാൽ നമ്മളെക്കാൾ വലുപ്പമുള്ള ഇമേജാണ് അതിൽ കാണുക. ഓക്കെ, സോ അതാണ് ഷേവിംഗ് മിറർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും യൂസും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സോ സ്ഫെറിക്കൽ മിററിൻ്റെ തുടക്കം നമുക്കറിയാം. ഇനി ഇതിൽ കുറേ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ, പോൾ ഓഫ് എ മിറർ. പോൾ മീൻസ് ജോമെട്രിക് സെൻറ്റർ ഓഫ് എ മിറർ ആണ്. ജോമെട്രിക് സെൻറ്റർ ഓഫ് എ മിറർ ഇസ് കോൾഡ് പോൾ. ജോമെട്രിക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ മിററിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള സെൻറ്റർ, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ജോമെട്രിക് സെൻറ്റർ എന്ന് വിളിക്കുക. കുറച്ചും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ, ഒരു മിററിനെ നമ്മളിങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ആ പോയിന്റിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക? പോൾ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ജോമെട്രിക് സെൻറ്റർ ഓഫ് എ മിറർ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ. Center of curvature. Center of curvature is the center of the sphere from which the mirror is formed. ഇപ്പോൾ ഈ സ്ഫിയർ എന്നാണ് ഈ മിറർ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ദി സെൻറ്റർ ഓഫ് ദി സ്ഫിയർ ഫ്രം വിച്ച് ദ മിറർ ഈസ് ഫോംഡ്. It is the center of the sphere from which the mirror is formed. Okay, then third one, radius of curvature. Radius of curvature. Radius of curvature. It is the radius of the sphere from which the mirror is formed. It is the radius of the sphere from which the mirror is formed. അതിൻ്റെ ഡെഫിനിഷൻ വളരെ സിമ്പിൾ അല്ലേ? ആ പേര് മാത്രം ആലോചിച്ചാൽ പോരെ. സെൻറ്റർ ഓഫ് കർവേച്ചർ, കർവേച്ചറിൻ്റെ സെൻറ്ററാണ്. കർവേച്ചർ എന്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്? സ്ഫിയറിൻ്റെ പാർട്ടായിട്ട് വന്നതാണ്. സോ ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി മിറർ, സെൻറ്റർ ഓഫ് ദി സ്ഫിയർ ഫ്രം വിച്ച് ദ മിറർ ഈസ് ഫോംഡ്. Radius of curvature is the radius of the sphere from which the mirror is formed. Okay, then the fourth one, principal axis. Fourth one, principal axis. Principal axis is a straight line connecting pole and center of curvature. It's a straight line connecting pole and center of curvature. Okay, principal axis is a straight line connecting pole and center of curvature. Principal axis, it's a straight line connecting pole and center of curvature. പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്യണ സ്ട്രൈറ്റ് ലൈൻ, അതിനെ നമ്മൾ വിളിക്കണ പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മിറർ ഉള്ളത് വിചാരിക്കാം. ഇതിൻ്റെ പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും കണക്ട് ചെയ്യണ സ്ട്രൈറ്റ് ലൈൻ, ഈ സ്ട്രൈറ്റ് ലൈനിനെ നമ്മൾ വിളിക്കണ പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ? ഐഡിയ ക്ലിയർ ആണ്? ഓക്കെ, ദെൻ fifth one, principal focus. Principal focus. It is the point at which image will form if the rays are parallel to principal axis. It is a point at which image will form if the rays are parallel to principal axis. Principal axis in a parallel ആയിട്ട് റേകൾ പാസ് ചെയ്യുമ്പോൾ എവിടെ ഇമേജ് ഫോം ചെയ്യണോ ഈ പോയിന്റിനെ നമ്മൾ വിളിക്കണ പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ക്യാപിറ്റൽ എഫ്. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ ആർ, സെൻറ്റർ ഓഫ് കർവേച്ചർ സി, പോൾ എന്നുള്ളതിനെ നമുക്ക് പി എന്ന് എഴുതാം. ദെൻ സിക്സ്ത് വൺ, ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക സ്മോൾ എഫ് ആണ്. വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത്? അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ആൻസർ എന്താ വരാം? Simple, it's a distance between pole and focus. Pole and principal focus.
പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരം. ആ ദൂരത്തിനെ നമ്മൾ എന്ത് വിളിക്കാം? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കാം. ഓക്കെ, ആൻഡ് ദ സെവൻത് വൺ ഈസ് അപ്പർച്ചർ. Seventh one is aperture. Aperture is outer diameter of a mirror. ഈ ഔട്ടർ ഡയമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. ഇപ്പം ഇങ്ങനൊരു മിറർ ഉണ്ടെങ്കിൽ ഈ ഡയമീറ്ററിനാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? അപ്പർച്ചർ എന്ന് വിളിക്കാം. ഔട്ടർ ഡയമീറ്റർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഇസ് കോൾഡ് അപ്പർച്ചർ. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈസി ആയിട്ട് ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, വൺസ് അഗെയിൻ, പോൾ. ജോമെട്രിക് സെന്റർ ഓഫ് എ മിറർ ഈസ് കോൾഡ് പോൾ. Center of curvature, it is a center of the sphere from which the mirror is formed. Radius of curvature, it is a radius of the sphere from which mirror is formed. Principal axis, axis on a straight line alle. So straight line ആരൊക്കെ കണക്ട് ചെയ്യണേ? Connecting between pole and center of curvature. Then principal focus, അതൊരു തട്ടിപ്പ് ഡെഫിനേഷൻ ആണ്. It's a point at which image will form if the rays are parallel to principal axis. Okay, focal length, it's a distance between principal focus and pole. Then aperture, it is the outer diameter of a spherical mirror. ഇത്രയും പറഞ്ഞ ഡാറ്റ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാനൊരു തമാശയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, നോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ സിൻസ് ഓൾറെഡി സ്റ്റഡീഡ്. ഓക്കെ, ഇനി ഇതിലേക്ക് തിരിച്ചു വരാം. അടുത്തത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഓക്കെ, ഇതിൽ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പോസിറ്റീവ് എടുക്കണം, എവിടെയൊക്കെ നെഗറ്റീവ് എടുക്കണം. സോ അതിൻ്റെ ലോജിക് സിമ്പിൾ ആണ്. Pole or optic center should taken as the origin. Pole അല്ലെങ്കിൽ optic center. In the case of mirror, the center is pole. In the case of lens, the center is optic center. So pole or optic center should taken as the origin. Direction of incidence should be taken as positive. Direction of incidence should be taken as positive. And opposite should be taken as negative. Direction of incidence should be taken as positive and opposite should be taken as negative. Okay, ഏത് ഡയറക്ഷനിലാണോ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യണത് ആ ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിട്ട് എടുക്കുക? നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, യൂഷ്വലി നമ്മൾ ഇവിടെയാണ് ഓബ്ജക്റ്റിനെ വെക്കാറ്. അപ്പോൾ ഇതാണ് മിറർ എന്നുണ്ടെങ്കിൽ this is the direction of incidence. അപ്പോൾ വലതുഭാഗത്തേക്ക് അളക്കണത് മാത്രം എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, ഈ ഫസ്റ്റ് ടേം ഏതാണ്? ഇതിപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ്, pole or optic center should taken as the origin means any distance should measure from pole or any distance should measure from origin. അതാണല്ലോ ഒറിജിൻ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇവിടുന്നാണ് ഓബ്ജക്റ്റ് നിന്ന് ലൈറ്റ് റേ പാസ് ചെയ്യണമെങ്കിൽ ഈ ഡിറക്ഷൻ പോസിറ്റീവാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് എന്തായിട്ട് എടുക്കേണ്ടി വരും? നെഗറ്റീവ്. ഇവിടെയാണ് ഇമേജ് കിട്ടണതെങ്കിൽ ഓക്കെ, ആ ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? പോസിറ്റീവ്. Upward distance should taken as positive and downward distance should taken as negative. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പണ്ട് പഠിച്ച കോർഡിനേറ്റ് സിസ്റ്റം തന്നെയാണ്. വലതുഭാഗത്തേക്ക് പോസിറ്റീവ്, ഇടതുഭാഗത്തേക്ക് നെഗറ്റീവ്, മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഓപ്പോസിറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, പിന്നെ നമ്മളായിട്ട് എടുക്കണ ഒരു അൺഒഫീഷ്യൽ ഐഡിയ ആണ് ഓബ്ജക്ട് ഷുഡ് പ്ലേസ് അറ്റ് ദ സെൻറ്റർ, അറ്റ് ദി ലെഫ്റ്റ് സൈഡ് ഓഫ് പോൾ. ഓക്കെ, ഓബ്ജക്ട് ഷുഡ് പ്ലേസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പോൾ ഓർ ഒറിജിൻ. സ്വാഭാവികമായിട്ടും ഓബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ് എടുക്കുക. വലതുഭാഗത്താണ് ഇമേജ് വന്നതെങ്കിൽ പോസിറ്റീവ്, ഇടതുഭാഗത്താണ് ഇമേജ് വന്നതെങ്കിൽ നെഗറ്റീവ്. ഹൈറ്റ് പോസിറ്റീവ് എടുക്കും മുകളിലേക്കാണെങ്കിൽ, ഹൈറ്റ് നെഗറ്റീവ് എടുക്കും താഴേക്കാണെങ്കിൽ.
ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? സൈൻ കൺവെൻഷൻ എന്ന് വിളിക്കുക. ഫസ്റ്റ് പോയിന്റ്, പോൾ ഓർ ഒപ്റ്റിക് സെന്റർ ഷുഡ് ടേക്കൺ ആസ് ദി ഒറിജിൻ. വേണമെങ്കിൽ ഒരു പോയിന്റ് അതിൻ്റെ കൂടെ എഴുതാം. എനി ഡിസ്റ്റൻസ് ഷുഡ് മെഷർ ഫ്രം പോൾ. പോൾ ഓർ ഒപ്റ്റിക് സെന്റർ ഷുഡ് ടേക്കൺ ആസ് ദി ഒറിജിൻ. എനി ഡിസ്റ്റൻസ് ഷുഡ് മെഷർ ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞാൽ മതി, പോൾ അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ. Then direction of incidence is taken as positive and opposite is taken as negative. Upward direction is taken as positive and downward direction is taken as negative. Upward distance should taken as positive and downward distance should taken as negative. പറഞ്ഞ ലോജിക് ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്വേർഡ് ഡിസ്റ്റൻസ് പോസിറ്റീവായിട്ട് എടുക്കണം, ഡൗൺവേർഡ് ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഇതിനെ നമ്മൾ വിളിച്ച പേരാണ് സൈൻ കൺവെൻഷൻ. ഓക്കെ, പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ വളരെ ഈസിയാണ് അത് മനസ്സിലാക്കാൻ. നമ്മൾ പണ്ട് പഠിച്ച കോർഡിനേറ്റ് സിസ്റ്റം അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, അതിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഇൻസിഡൻസ് കൊടുത്തതെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കും. അപ്പം നേരെ ഓപ്പോസിറ്റ് വരുന്ന എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, ഡിറക്ഷൻ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അതിന് എങ്ങനെ കൊടുത്താലും അപ്വേർഡ് ഡിസ്റ്റൻസ് ഷുഡ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഡൗൺവേർഡ് ഡിസ്റ്റൻസ് should taken as negative. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം, നോ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്ത ക്വാണ്ടിറ്റി, റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. ഒരു മിറർ, ഓക്കെ, ഇവിടെ വരയ്ക്കാം അല്ലേ? ഒരു മിറർ, ഈ മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്, ഓക്കെ, മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഇവിടെയായിട്ട് ഒരു ഓബ്ജക്റ്റ് ഉണ്ട്. ഈ ഓബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ഇങ്ങനെ പാസ് ചെയ്യണോ, ആ റേ ഫോക്കസിലൂടെ പോണു. ഓക്കെ, സോ ഓബ്ജക്റ്റ് നിന്ന് ഒരു റേ മിററിലേക്ക് പാസ് ചെയ്യണോ, അത് ഫോക്കസിലൂടെ നീങ്ങിപ്പോണു. ഇവിടുന്ന് നമ്മൾ നോർമൽ വരച്ചാൽ ദാറ്റ് നോർമൽ വിൽ പാസ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ആ നോർമൽ പാസ് ചെയ്യുക സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ദിസ് നോർമൽ വിൽ പാസ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചർ. നമുക്ക് ആ പോയിന്റ് ഒന്നും കൂടി മാറ്റി വരയ്ക്കാം. ചെറിയൊരു വ്യത്യാസം ഉണ്ട് തോന്നുന്നു, നോക്കാം. ഒന്നും കൂടി ഇങ്ങോട്ടാണ് വരാം, ഇങ്ങനെ ഇവിടെ വരാം. ഇവിടെയാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി പറഞ്ഞ ലോജിക് ക്ലിയർ ആണല്ലോ? ഓബ്ജക്റ്റ് എന്നൊരു റേ പാസ് ചെയ്യണു, ആ റേ ഇങ്ങനെ പോണു, ഫോക്കസിലൂടെ നീങ്ങണു, ഇത് പോൾ. ഓക്കെ, പോളിന്ന് സെന്റർ ഓഫ് കർവേച്ചറിക്കുള്ള ദൂരത്തിനാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ഉറപ്പല്ലേ? ഓക്കെ, ഇനി ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ വരാം. അതെങ്ങനെ കിട്ടിയേ? വളരെ സിമ്പിളാണ്. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. കഴിഞ്ഞ ദിവസം പഠിച്ചു വെച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തെന്നായിരിക്കണം? തീറ്റ. ഇൻസിഡന്റ് റേക്കും നോർമലിനിടയിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനിടയിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. Okay, so if this is theta, this will be theta. If this is theta, this will be theta. Okay, ഈ ട്രയാങ്കിൾ ഇത് നമ്മൾ എന്തോ ഒരു പേര് വിളിക്കാറുണ്ടായിരുന്നു, ഐസോസെല്ലസ് ട്രയാങ്കിൾ. ഓക്കെ, സോ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിളും തീറ്റ. സോ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഈ രണ്ട് ലെങ്ത്തുകളും ഈക്വൽ ആവും. സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ രണ്ട് ലെങ്ത്തുകൾ ഈക്വൽ ആവണം. ആവാത്തത് ഞാൻ വരച്ചതിൻ്റെ കുഴപ്പമാണ്, അല്ലാണ്ട് ഒപ്റ്റിക്സിൻ്റെ കുഴപ്പമല്ല. ഓക്കെ, ഇനി ഇപ്പോൾ ഈ രണ്ട് ലെങ്ത്തുകൾ ഈക്വലാണ്. അയ്യോ, ഉറപ്പല്ലേ? കാരണം
ഈ പോയിന്റിൽ നിന്ന് നോർമൽ വരച്ചാൽ അത് പാസ് ചെയ്ത് പോവുക സെൻട്രിക് ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ദിസ് ഷുഡ് ബി r/2. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് ഇതിനെ ഞാൻ x എന്ന് വിളിക്കുകയാണ്. ഇതിനെ ഞാൻ x എന്ന് വിളിക്കണം. ഓക്കെ, ഈ ഡിസ്റ്റൻസിനെ ഞാൻ x എന്ന് വിളിക്കുകയാണ്. ഇനി ഈ ഫിഗർ നോക്കുക. ഓക്കെ, ആ ഫിഗർ നോക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് x കിട്ടുക എന്നുള്ളതാണ്. This is our 90 degree. So this will be hypotenuse. അപ്പോൾ നമ്മൾ ആദ്യം cos theta കാണാം. Cos theta is equal to adjacent side by hypotenuse means r/2 by x means r/2x. So x is equal to r/2 cos theta. X is equal to r/2 cos theta. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് FP എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, FPനാണല്ലോ നമ്മൾ F എന്ന് വിളിക്കണത്. ഓക്കെ, അപ്പം നമുക്ക് F തന്നെ വിളിക്കാം. സോ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് F എന്ന് വിളിക്കാം. F എന്താണെന്ന് ചോദിച്ചാൽ r-x അല്ലേ. സോ F is equal to r/2 cos theta. Or F is equal to r minus r/2 sec theta. ഇതാണ് ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ. സർ, ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ r is equal to 2f എന്നുള്ളത്. സംശയമൊന്നുമില്ല. സാധാരണഗതിയിൽ നമ്മൾ ചെറിയ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ, ഓക്കെ, ചെറിയ ലെൻസ് നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് ഇവിടെ ഈ ഡിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി സ്മോൾ ആണ്. അത് സ്മോൾ ആണെങ്കിൽ അവിടുത്തെ ആംഗിൾ സ്മോൾ ആയിരിക്കും. ആംഗിൾ സ്മോൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം when theta is small, sin theta is approximately equal to theta, cos theta is approximately equal to 1. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഈ കോസ് തീറ്റയുടെ വാല്യൂ 1 വരും. അപ്പോൾ r- r/2 യു വിൽ ഗെറ്റ് ദി ആൻസർ f is equal to r/2 or r is equal to 2f. f is equal to r/2 or r is equal to 2f എന്ന് പറഞ്ഞാൽ മാർജിനൽ റേസിന് ഈ പറഞ്ഞ നിയമം ബാധകം അല്ല. ഓക്കെ, മാർജിനൽ റേസിൻ്റെ കേസിൽ ഈ പറഞ്ഞ ലോ ബാധകമല്ല. അടുത്തുള്ള റേകളുടെ കേസിലാണെങ്കിൽ ഈ കേസ് ഓക്കെയാണ്. ഓക്കെ, സോ F is equal to r/2 ക്ലിയർ ആണ്. എവിടെ? പ്രിൻസിപ്പൽ ആക്സിൻ്റെ തൊട്ടടുത്ത് കൂടെ വരുന്ന ലൈൻസിനെ അല്ലെങ്കിൽ റേസിനെ കണക്ട് ചെയ്യുമ്പോഴാണ് F is equal to r/2. മാർജിനൽ റേസിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സോ F is equal to r/2 ഇൻ ദ കേസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. നമ്മൾ അങ്ങനെ തന്നെയാണ് സാധാരണ എടുക്കാറ്. ഓക്കെ, ജെയിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻസ് വരിക. നോർമൽ +2 ലെവലിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. F is equal to r/2 or r is equal to 2f is enough. ഓക്കെ, അങ്ങനത്തെ ഒരു കേസ് നോർമലി നമ്മൾ മീറ്റ് ചെയ്യാറില്ല. വെറുതെ പറഞ്ഞു എന്ന് മാത്രം. കാരണം അങ്ങനെ പോണ മക്കളും നമ്മളെ മുന്നിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്തത്, എടുത്തു പറഞ്ഞത്. F is equal to r minus r/2 cos theta. ഇനി അപ്പോൾ മിററിൻ്റെ കേസിൽ F is equal to r/2 or r is equal to 2f. അപ്പോൾ അടുത്ത ചോദ്യം, what is the focal length and radius of curvature of a plane mirror? What is the focal length and radius of curvature of a plane mirror? ഒരു പ്ലെയിൻ മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര ആയിരിക്കും? ഫോക്കൽ ലെങ്ത് എത്ര ആയിരിക്കും? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ആ മിറർ പാർട്ടായിട്ട് വരുന്ന സ്ഫിയറിൻ്റെ റേഡിയസ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരയ്ക്കണ്ടേ? ഇതെവിടെ പോയിട്ടാണ് കൂട്ടിയിടിക്കുക? ഇൻഫിനിറ്റിയിൽ. സോ ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റിയാണ്. ഫോർ എ പ്ലെയിൻ മിറർ റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഫോക്കൽ ലെങ്ത് ഈസ് r/2. ഇൻഫിനിറ്റി ബൈ 2 മീൻസ് ഇൻഫിനിറ്റി. For a plane mirror, radius of curvature equal to infinity and focal length equal to infinity. ഇനി കുറേ സമയം കഴിഞ്ഞാൽ നമ്മൾ പവർ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിക്കും. പവറിൻ്റെ റിലേഷൻ വരിക 1/f1. So here it is 1/infinity. So power will be 0. Okay, അതിൻ്റെ പവർ 0 ആണ് വരിക. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സോ
radius of curvature equal to infinity and focal length equal to infinity in the case of a plane mirror. Logic clear അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞ പോയിന്റിനെ ഒന്നും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? An object of size 6 cm is placed in front of a concave mirror having radius of curvature 10 cm. Okay, then the ray will pass through this point. Find the value of y. That's a question. Simple question അല്ലേ സാർ? നിങ്ങൾക്ക് അറിയാലോ എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ 10 ആണ്. സ്വാഭാവികമായിട്ടും ഫോക്കൽ ലെങ്ത് എത്ര വരിക? 5. അപ്പോൾ അത് പോണത് ഏതിലൂടെ ആയിരിക്കും? 5 സെൻറ്റിമീറ്ററിലൂടെ ആയിരിക്കും എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കണേ. തെറ്റും ഉറപ്പാ. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം വളരെ സിമ്പിളാണ്. ഈ 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഓഫ് കർവേച്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഡിസ്റ്റൻസ് ആണ്. സോ അത് മാർജിനൽ റേസ് ആണ്. മാർജിനൽ റേസ് വിൽ നോട്ട് കൺവേർജ് ത്രൂ ഫോക്കസ് എന്നാണ്. അത് ഫോക്കസിലൂടെ അല്ല കൺവേർജ് ചെയ്യുക, വേറെ ഏതെങ്കിലും പോയിന്റിലൂടെയാണ് അവരെന്ത് ചെയ്യുക? കൺവേർജ് ചെയ്ത് പോരുക. ഓക്കെ, സോ നോക്കാം. ഇവിടെ ഇങ്ങനെ വരച്ചു വിചാരിക്കാം. ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് പാസ് ചെയ്യുക. നമുക്കറിയാലോ ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ പറഞ്ഞേനെ. ഓക്കെ, ഇനി ഈ 6 സെൻറ്റിമീറ്ററിനെ നമുക്ക് ഇവിടെ കൊണ്ടുപോയി വരയ്ക്കാം. ദിസ് ഇസ് 6 സെൻറ്റിമീറ്റർ. ഇത് തീറ്റ, ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 10 സെൻറ്റിമീറ്റർ. വാട്ട് ഷുഡ് ബി ദിസ് ഡിസ്റ്റൻസ്? ദാറ്റ് മസ്റ്റ് ബി 8 സെൻറ്റിമീറ്റർ. നമ്മൾ കുട്ടിക്കാലത്തെ പഠിച്ചു വെച്ച 3 അല്ലേ അത്? 3, 4, 5, 6, 8, 10, 12, 5, 13. ഓക്കെ, അല്ലെ? റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ ഉപയോഗിക്കണ കോമൺ സിസ്റ്റം. So, ഇത് 10, ഇത് 6, automatically this will be 8 centimeter. Okay, ഇനി നമുക്കറിയാം F is equal to R minus R by 2 sec theta. R minus R by 2 sec theta. ഈ ഫിഗർ ഒന്ന് cos theta എന്താ വരാൻ നോക്കിയേ. Cos theta is adjacent side by hypotenuse, means 8 divided by 10. Am I right? Adjacent side by hypotenuse. Answer is 8 by 10. Okay, so F is equal to, F alla distance aanu parayanade. Okay, so F or Y equal to, nammal sankhya maatanda, Y equal to, okay, so R ennullante value തന്നിട്ടുണ്ട് 10 minus 10 by 2 into, okay, 10 by 2 into cos theta 10 by 8 ആണെങ്കിൽ sec theta എന്തായിരിക്കും വരിക? സോറി, cos theta 8 by 10 ആണെങ്കിൽ sec theta 10 by 8. Means y equal to 10 minus 100 divided by 16. അതിൻ്റെ LCM എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 160 minus 100 divided by 16. Okay, so 60 divided by 16. Okay, 60 divided by 16. That may be 3 point something. ആ വാല്യൂ എത്രയാണോ കിട്ടുന്നത് അത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിക്ക് മാറ്റാം. 30 by 8. 30 by 8 centimeter means less than 4 centimeter. 4 into 8 32 അല്ലേ? ഇത് അതിനേക്കാൾ എന്താണ് ചെറിയ ഒരു സംഖ്യയാണ് കിട്ടുക. ഇതിൻ്റെ നേരെ പകുതിയാണ് നിങ്ങൾ എടുത്തിരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? പ്രശ്നം മാറും, അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ മാറും. എന്താണ്? ഇതിൻ്റെ നേരെ പകുതി എടുത്താൽ 5 സെൻറ്റിമീറ്ററിലൂടെ ആയിരിക്കണം ഈ റേ പാസ് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ച നിയമം എന്താ? The rays parallel to principal axis after reflection passing through the focus. അത് ഏത് മാത്രമാണ്? നിയർ ബൈ റേസ് മാത്രമാണ്. മാർജിനൽ റേസ് വിൽ നോട്ട് കൺവേർജ് ത്രൂ ദി ഫോക്കസ്. അത് വേറെ ഏതോ പോയിന്റ് കൂടെയാണ് എന്ത് ചെയ്യുക? കൺവേർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടി വരും. റേസ് ആർ ക്ലോസ് ടു പ്രിൻസിപ്പൽ ആക്സിസ്, നോ ഡൗട്ട്. F is equal to R by 2. അപ്പോൾ അത് കൃത്യമായിട്ട് ഏതിലൂടെയാണ് പാസ് ചെയ്യുക? ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുക. പക്ഷേ ഈ ഡിസ്റ്റൻസ് കൂടിക്കൂടി വരുന്തോറും അത് ഫോക്കസിലൂടെ അല്ല പാസ് ചെയ്യുക, മറ്റൊരു ഡിസ്റ്റൻസിലൂടെ.
ഓക്കെ, ആക്ച്വലി ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് ഏതാണ്? ഈ റേ പാസ് ചെയ്യണത് പോളിൽ നിന്ന് എത്ര ദൂരത്താണ്, ആ ഡിസ്റ്റൻസ് ആണ് കിട്ടണത്. അത് നമ്മൾ ഫോക്കസ് ആയിട്ട് എടുക്കുമ്പോഴാണ് F ഈസ് ഈക്വൽ ടു എന്ത് ആൻസർ വന്നത്? R/2 എന്നുള്ള ആൻസർ വന്നേ. ഓക്കെ, സോ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഇക്വേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സോ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ തുടക്കം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഒരു ഐഡിയയും കൂടിയും അതിലൂടെ പറയാം. ഒരു കോൺകേവ് മിററിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ നിയർ ബൈ ആണെങ്കിൽ ഇറ്റ് വിൽ കൺവേർജ് ത്രൂ ഫോക്കസ്. ഓക്കെ, ഇതേ സമയം കോൺവെക്സ് മിററിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യണതെങ്കിൽ after reflection it appears to diverge from a point. After reflection it appears to diverge from a point. Okay, ഇങ്ങനെ റേ പാസ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെയാണ് വരിക. ഈ പോയിന്റ് ആണ് ഇവിടുത്തെ ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യുക. സോ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുമ്പോൾ ഇഫ് ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ഇൻസിഡൻസ്, ഈ ഡിറക്ഷൻ പോസിറ്റീവ് ആണ്, ഓപ്പോസിറ്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ഫോക്കൽ ലെങ്ത് ഓഫ് എ concave mirror is always negative. Focal length of a convex mirror is always positive. Focal length of a concave mirror is always negative. Focal length of a convex mirror is always positive. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ സ്ഫെറിക്കൽ മിററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.